بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 10ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. മവാനിഉൻ നിക്കാഹ്. കഴിഞ്ഞ പാഠത്തിൽ നിക്കാഹിൻ്റെ ഘടകങ്ങളാണ് പഠിച്ചത്. എന്തെല്ലാം നിക്കാഹ് എന്ന സംഗതി നടക്കാൻ അനിവാര്യമായി ഉണ്ടായിരിക്കണം എന്നതായിരുന്നു അവിടെ പഠിച്ചത്. ഇനി രണ്ടുപേർ തമ്മിൽ വിവാഹബന്ധം ചേർക്കുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അവർ തമ്മിലുള്ള ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ തടസ്സങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ തടസ്സങ്ങൾ, ആ ബന്ധങ്ങൾ അവർ തമ്മിലുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും വിവാഹിതരാവാൻ പറ്റില്ല. പാഠത്തിലെ ആശയങ്ങളിലേക്ക് വരാം. ഒരാൾ ചെയ്യുന്ന നിക്കാഹ് സ്വഹീഹാകണം എങ്കിൽ ഭാര്യയുമായി അയാൾക്ക് വിവാഹബന്ധം നിഷിദ്ധമാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുത് എന്നത് ഷർത്താകുന്നു, വ്യവസ്ഥയാകുന്നു. ഈ ബന്ധം 3 വഴിയിൽ കൂടിയാണ് ഉണ്ടാകുന്നത്. നിഷിദ്ധമാകുന്ന ബന്ധം 3 വഴിയിൽ കൂടി ഉണ്ടാകുന്നു. ഒന്ന് കുടുംബപരമായ തറവാട് മുഖേനയുള്ള ബന്ധമാണത്. രണ്ടാമത്തേത് മുലകുടിയിൽ കൂടി ഉണ്ടാകുന്ന ബന്ധമാണ്. മൂന്നാമത്തേത് വിവാഹബന്ധത്തിൽ കൂടി ഉണ്ടാകുന്ന ബന്ധമാണ്. ഇത് സംബന്ധമായി വിശദീകരിക്കുന്ന ആയത്തുണ്ട്, അങ്ങോട്ട് വരും മുമ്പ്. അതിനുശേഷം നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകം പറയുന്നുണ്ട്. ആ ഭാഗം ഞാനൊന്ന് പറയാണ്. അതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആരൊക്കെയാണ് കുടുംബപരമായി ഒരാണിന് ഹറാമാകുന്ന ആളുകൾ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത് ഉമ്മയാകുന്നു. സ്വന്തം മാതാവ് വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളാണല്ലോ. മറ്റൊന്ന് പുത്രിമാരാണ്, മക്കൾ, പെൺമക്കൾ, അവരെ വിവാഹം ചെയ്യാൻ പാടില്ല. മറ്റൊന്ന് സഹോദരിമാരാണ്, പെങ്ങന്മാർ വിവാഹം കഴിക്കാൻ പറ്റില്ല. നാലാമത്തേത് അമ്മത്ത്, അമ്മായിയാണ്. അമ്മായി എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ സഹോദരിമാർ. അഞ്ചാമത് വരുന്നത് മാതൃ സഹോദരിമാരാണ്. ഖാലത്ത് എന്ന അറബിയിൽ പറയും, എളാമ, മൂത്തമ്മ, അങ്ങനെയൊക്കെ വരുന്നവർ. ആറാമതായിട്ട് ബിന്തുൽ അഖ്, സഹോദരൻ്റെ പുത്രിമാർ, നമ്മുടെ സ്വന്തം ബ്രദേഴ്സിൻ്റെ പെൺകുട്ടികൾ. ഏഴാമതായി വരുന്നത് ബിന്തുൽ ഉഖ്ത്, സഹോദരീ പുത്രിമാർ, നമ്മുടെ പെങ്ങന്മാരുടെ മക്കൾ, പെൺകുട്ടികൾ. ഇങ്ങനെയുള്ള 7 പേരെയാണ് ഇൻഷാ അല്ലാഹ് ആയത്തിൽ വിശദമായിട്ട് കേൾക്കാം. ഈ 7 പേരെയാണ് ഹറാമായിട്ടുള്ളത്. ഇനി നമുക്ക് മുലകുടി ബന്ധത്തിൽ കൂടി ആരൊക്കെ ഹറാമാകും എന്നാണ് നോക്കാനുള്ളത്. നേരെ ഇതിന് ഒന്നും പഠിക്കാനില്ല. ഈ പഠിച്ചു വെച്ച, ഇപ്പോൾ ഈ കുടുംബബന്ധത്തിൽ കൂടി ഹറാമായ ആളുകളൊക്കെ മുലകുടി ബന്ധത്തിൽ കൂടിയും ഹറാമാകുന്നതാണ്. ഒരു ഉമ്മയുടെ മുല നമ്മൾ കുടിച്ചാൽ ആ ഉമ്മയോട് നമ്മൾ ബന്ധം ചേർന്നു. അപ്പോൾ അതിൽ കൂടി ആ ഉമ്മയുമായി ചേർന്ന് വരുന്ന ഈ ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും അതിലും നിഷിദ്ധമാകും. മൂന്നാമത് പറഞ്ഞ കാര്യം വിവാഹബന്ധമാണ്. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളൊക്കെ ഉണ്ടായ ശേഷം പിന്നീട് പുതുതായി ഉണ്ടായ വിവാഹബന്ധമാണ്. ആ വിവാഹബന്ധം നടന്നതോടുകൂടി ഇനി നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റാത്ത ആളുകളായി വരുന്നവർ ആരെല്ലാം എന്നാണ് നോക്കാനുള്ളത്. അത് 4 പേരെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് സൗജത്തു അസ്ല്, പിതാവിൻ്റെ ഭാര്യ, നമ്മുടെ പിതാവ്, പിതാമഹൻ, അങ്ങനെ ആ വകുപ്പിലുള്ള ഉപ്പമാരുടെ ഭാര്യമാരായി വന്ന, നമ്മുടെ ഉമ്മയല്ല അല്ലാത്ത ഭാര്യമാർ. ഉമ്മ ഏതായാലും ഹറാമാണല്ലോ. മറ്റൊന്ന് സൗജത്തു ഫസ്ൽ, രണ്ടാമത്തേത് മക്കളുടെ ഭാര്യമാരാണ്. മരുമക്കളായി വരുന്നവർ, അവർ വിവാഹത്തോടെയാണല്ലോ. ആദ്യം അവരൊന്നുമല്ല, നമുക്ക് കഴിക്കാമായിരുന്നു. മകൻ കല്യാണം കഴിച്ച് മരുവളായതോടുകൂടി നിഷിദ്ധമായി പോയി. മൂന്നാമത്തേത് അസുലു സൗജത്തിൻ, ഭാര്യയുടെ അസുലാണ്, ഭാര്യയുടെ മാതാവ്, അമ്മായിമ്മ, അതേപോലെ അവരുടെ ഉമ്മ, അങ്ങനെ വരുന്ന ആ വകുപ്പിലുള്ള ഭാര്യയുമായി ബന്ധപ്പെട്ട അവരുടെ ഉമ്മമാർ, മാതാക്കൾ, അവരെ പറ്റില്ല. നാലാമതായിട്ട് വഫസുലുഹ ഇൻ ദഖല ബിഹ എന്ന് അറബിയിൽ പറയുന്നുണ്ട്. അതായത് ഈ ഭാര്യയുടെ, നമ്മുടെ സ്വന്തം പുത്രിയല്ലാത്ത ഭാര്യയ്ക്ക് വേറെ വിവാഹത്തിൽ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി പക്ഷേ ഈ ഭാര്യയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന സന്ദർഭത്തിൽ, പുലർത്തി കഴിഞ്ഞാലാണ് ആ കുട്ടി നിഷിദ്ധമാകുന്നത്. ഇങ്ങനെ 4 പേരാണ് വിവാഹബന്ധത്തിൽ കൂടി ഹറാമാകുന്നത്. 6 ഒക്കെ ഒരാണിന് നിഷിദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധമായ സൂചന നൽകിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ആയത്തിൽ വരുന്നത് കൊണ്ട് ആയത്തിലേക്ക് തന്നെ നേരെ വരികയാണ്. ഖാല അല്ലാഹു തആല ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി വ ഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനക്കും വ അഖവാത്തുക്കും മിനർ റളഅ
وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. ഈ മൂന്ന് വകുപ്പിലും വിവാഹ ബന്ധത്തിൽ കൂടി, മുലകുടി ബന്ധത്തിൽ കൂടി, കുടുംബത്തിൽ കൂടി വരുന്ന മുഴുവൻ നിഷിദ്ധമായ ബന്ധങ്ങളെയും ഈ ആയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ ശേഷം രണ്ടാമത്തെ പാരഗ്രാഫിൽ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. ആയത്തിലേക്ക് വരികയാണ്. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടവരാണ്, ഉമ്മമാർ. വ ബനാത്തുക്കും, നിങ്ങളുടെ പുത്രിമാർ. വ അഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാർ. വ അമ്മാത്തുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ, നമ്മുടെ നാട്ടുഭാഷയിൽ അമ്മായിമാർ പറയും. വ ഖാലാത്തുക്കും, നിങ്ങളുടെ മാതൃ സഹോദരിമാർ, എളാമ, മൂത്തമ്മ അങ്ങനെയൊക്കെ വരുന്നവർ. വ ബനാത്തുൽ അഖി, സഹോദരപുത്രിമാർ. വ ബനാത്തുൽ ഉഖ്തി, സഹോദരിയുടെ പുത്രിമാർ. വ ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളഅനക്കും, നിങ്ങൾക്ക് മുല നൽകിയിട്ടുള്ള നിങ്ങളുടെ മാതാക്കൾ. വ അഖവാത്തുക്കും മിൻ റളഅ, അതേ മുലകുടി ബന്ധത്തിൽ കൂടിയുള്ള നിങ്ങളുടെ സഹോദരിമാർ. വ ഉമ്മഹാത്തു നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ, അത് പിന്നീട് ഉണ്ടാകുന്ന വിവാഹബന്ധത്തിൽ കൂടിയാണല്ലോ. വ റബായിബുക്കുമുല്ലാത്തി ഫി ഹുജൂരിക്കും മിൻ നിസായിക്കുമുല്ലാത്തി ദഖൽതും ബിഹിന്ന, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരുടേതായ മക്കൾ, നിങ്ങളുടെ സ്വന്തം മക്കളല്ല, അവർക്ക് ആദ്യമുള്ള മക്കളാണ്, പക്ഷേ ആ കുട്ടികൾ നിങ്ങളുടെ സംരക്ഷണയിലാണുള്ളത്, നിങ്ങളുടെ വളർത്തുമക്കൾ എന്ന് പറയാം. ഫഇല്ലം തകൂനു അത് അവരുമായി, ഈ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് ഈ നിഷിദ്ധാവസ്ഥ വരുന്നത്. ഫഇല്ലം തകൂനു ദഖൽതും ബിഹിന്ന, അങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ, ആ ഒരവസ്ഥയിൽ തുടർന്നുവെങ്കിൽ, ഇനി അവർ മരിക്കുക മറ്റൊക്കെ ആണെങ്കിൽ ആ ഭാര്യയ്ക്കുള്ള ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ ആ പെൺകുട്ടി പറ്റും. ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ അവർ കുറ്റമല്ല. വ ഹലായിലു അബ്നായിക്കുമുല്ലദീന മിൻ അസുലാബിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ മുതുകളിൽ നിന്നുണ്ടായ നിങ്ങളുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, പുത്രന്മാരുടെ ഭാര്യമാർ. വ അൻ തജ്മഉ ബൈനൽ ഉഖ്തൈനി, അതുപോലെ രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടുക. ഒരേ സമയം ഏട്ടത്തിയെ അനിയത്തിയും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലാമാ ഖദ് സലഫ്, അതൊക്കെ ഈ ശരീഅത്ത് നിയമമാകും മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളുണ്ടാകും, അതൊഴികെ അതൊക്കെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. ഇത് സംബന്ധമായി നബിത്തങ്ങൾ പറയുന്ന ഹദീസ് നോക്കാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്റുമു മിനർ റളാഇ മാ യഹ്റുമു മിനൻ നസബി, തറവാട് ബന്ധത്തിൽ, കുടുംബ ബന്ധം കൊണ്ട് നിഷിദ്ധമായ എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ അതൊക്കെ മുലകുടി ബന്ധം കൊണ്ടും ഹറാമാകും എന്ന് നബിത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് നസബ കൊണ്ട്, അതുപോലെ റളാഅ കൊണ്ട്, അതുപോലെ മുസാഹറത്ത് കൊണ്ട് എന്നിങ്ങനെ വേർതിരിച്ച് ഒന്ന് പറയുകയാണ്. ഒന്നാമത്തേതായിട്ട് ഫയഹ്റുമു ബിൻ നസബി, ആരൊക്കെയാണ് നസബ കൊണ്ട് ഹറാമാകുന്നത്? ഒന്ന് ഉമ്മ, അൽ ഉമ്മു, വൽ ബിന്തു രണ്ട് മകൾ, വൽ ഉഖ്തു സഹോദരി, വൽ അമ്മത്തു അമ്മായി പിതൃ സഹോദരി, വൽ ഖാലത്തു മാതൃ സഹോദരി. വ ബിന്തുൽ അഖി സഹോദരപുത്രി, വ ബിന്തുൽ ഉഖ്തി സഹോദരി പുത്രി. ഇത്രയുമാണ് 7 നമ്പർ ഓർക്കുക. ഇനി ആരൊക്കെയാണ് ഉമ്മ, സഹോദരി, പുത്രി എന്നൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ആരാണ് ഉമ്മ, ആരാണ് സഹോദരി എന്നൊക്കെ ചോദ്യം വരും. വൽ ഉമ്മു, ഉമ്മ എന്നാൽ മൻ വലദത്ക ഔ വലദത്ത് മൻ വലദക്ക. ഉമ്മ എന്ന് പറഞ്ഞാൽ നിനക്ക് ജന്മം നൽകിയ, അല്ലെങ്കിൽ നിനക്ക് ജന്മം നൽകിയവർക്ക്, അതായത് എൻ്റെ ഉപ്പാക്കോ ഉമ്മാക്കോ ജന്മം നൽകിയ അവരാണല്ലോ നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്, ഉമ്മ വല്യമ്മ എന്നൊക്കെ പറയുന്നവർ. വൽ ബിന്തു, ഇനി പുത്രിയാണ്. പുത്രി എന്നതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, നിർവചനം. എന്താണത്? മൻ വലത്തഹ, നീ അവൾക്ക് ജന്മം നൽകിയിരിക്കുന്നു, അതായത് നിൻ്റെ കുട്ടി. ഔ വലത്ത മൻ വലദഹ, അല്ലെങ്കിൽ അവൾക്ക് ജന്മം നൽകിയ ആൾക്ക് നീ ജന്മം നൽകിയിരിക്കുന്നു. അപ്പോൾ പേരക്കുട്ടിയുടെ ആ ഒരു ലെവലിൽ വരും. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പുത്രിമാർ നമുക്ക് നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ അവിടെ മാറ്റി നിർത്തപ്പെട്ട, പുത്രിയായി സാങ്കേതികമായി പറയാമെങ്കിലും മാറ്റി നിർത്തപ്പെടുന്ന ഒരാളുണ്ട്. ലാ മഖ്ലൂഖത്തും മിൻ മാഇസിന, വ്യഭിചാരത്തിൻ്റെ ബീജത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടി. അങ്ങനെ ചിലപ്പം സംഭവിച്ചേക്കാം ആ കുട്ടിക്ക്, പക്ഷേ തറവാട് സംബന്ധമായി കുടുംബത്തിൽ കൂടിയുള്ള തൻ്റെ പുത്രി എന്ന ആ ഒരു സ്ഥാനം വരുന്നില്ല. ഇനി വൽ ഉഖ്തു സഹോദരി എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ വലദഹ അബവാക ഔ അഹദുഹുമ, നിൻ്റെ മാതാപിതാക്കൾ ജന്മം നൽകിയ ആൾ. ഔ അഹദുഹുമ, അല്ലെങ്കിൽ അവരിൽ രണ്ടാലൊരാൾ. ഒന്നുകിൽ നിൻ്റെ ഉപ്പയും ഉമ്മയും കൂടി നേരെ ഷഖീഖായ സഹോദരി, അല്ലെങ്കിൽ മാതാവോ പിതാവോ രണ്ടാലൊരാൾ ആ ആളുടെ രക്ഷിതാവാണ്. അങ്ങനെ വരുന്ന പെൺകുട്ടി. വൽ അമ്മത്തു, അമ്മത്തു എന്ന് പറഞ്ഞാൽ ഹിയ ഉഖ്തു അബീക, നിൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ്. വൽ ഖാലത്തു, ഖാലത്ത് എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരി എന്ന് പറഞ്ഞാൽ ഹിയ ഉഖ്തു ഉമ്മിക, നിൻ്റെ ഉമ്മയുടെ സഹോദരിയാകുന്നു. ഇപ്പോൾ ഇത്രയും ആണ് കുടുംബപരമായി നസബയിൽ കൂടി ഹറാമാകുന്ന ആളുകൾ. ഇനി നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നസബയിൽ കൂടിയുള്ള ഹറാമൊക്കെ റളായ കൊണ്ടുണ്ടാകുന്നു.
അപ്പോൾ അതുകൊണ്ട് യഹ്റൂം ബിർ റലാഇ മൻ യഹ്റൂം ബിൻ നസബി, നസബ് കൊണ്ട് ഹറാമാകുന്നൊക്കെ റലാ കൊണ്ടും ഹറാമാകും. അപ്പോൾ ഈ റലാ എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധം എന്താണ് ഇതിൻ്റെ മുലകുടി? ഒരു മുല അങ്ങോട്ട് കുടിച്ച് ഒരല്പസമയം കുടിക്കുക ഒറ്റ കുടി കൊണ്ടൊന്നും ഇത് സ്ഥിരപ്പെടുന്നില്ല. അതിനൊരു വ്യവസ്ഥയുണ്ട്. എങ്ങനെയാണ് മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത് എന്നതാണ് ഇനി പറയുന്നത്. റലാഉൽ മുഹരിമു, ഈ ബന്ധത്തെ ഹറാമാക്കുന്ന മുലകുടി എന്നത് ഉസൂലു ലബനി ആദമീയത്തിൻ, മനുഷ്യ സ്ത്രീയുടെ പാല് ചേരലാണ്. വലവ് ഖത്രത്തൻ, അതൊരു തുള്ളിയാണെങ്കിൽ പോലും. ഔ മുഖ്തലിത്തൻ ബിഗൈരിഹി, അല്ലെങ്കിൽ മുലപ്പാലല്ലാത്ത മറ്റൊന്നിനോടെങ്കിലും മിക്സ് ആയിക്കൊണ്ടാണ്, വെള്ളമോ മറ്റെന്തെങ്കിലുമൊക്കെ ചേർന്നുകൊണ്ടാണെങ്കിൽ പോലും ആ പാൽ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ പെണ്ണ് ആരായിരിക്കണം? ബലഗത്ത് സിന്ന ഹൈലിൻ, ആർത്തവത്തിൻ്റെ പ്രായമെത്തിയ പെണ്ണായിരിക്കണം. വലവ് കാനത്ത് ബിക്രൻ, അവൾ കല്യാണം കഴിഞ്ഞ ആളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളൊന്നും ആയിട്ടില്ല, ഒരു കന്യകയായ പെണ്ണാണ്, എന്നാലും അവൾക്ക് മുലപ്പാൽ ഉണ്ടായിട്ടുണ്ട്, അത് കുടിച്ചതാണ്, എന്നാലും മതി. ആ പാൽ എത്തലാകുന്നു ജൗഫർ അലീൻ, മുല കുടിക്കുന്ന കുട്ടിയുടെ ആ ശിശുവിൻ്റെ ഉള്ളിലേക്ക് എത്തുക. പക്ഷേ ആ കുട്ടിക്കും വ്യവസ്ഥയുണ്ട്. പെണ്ണ് പ്രായം എത്തണം എന്ന് പറഞ്ഞതുപോലെ കുട്ടിയുടെ പ്രായം ലം യബ്ലുഗ ഹൗലൈനി യഖീനൻ, ഉറപ്പായും 2 വയസ്സ് പൂർത്തിയാവാൻ പാടില്ല. അങ്ങനെയുള്ള കുട്ടി ഖംസ മറാത്തിൻ യഖീനൻ ഉർഫൻ, സാധാരണയിൽ ഉറപ്പായുമുള്ള 5 തവണ പാല് കുട്ടിയുടെ വയറ്റിലേക്ക് എത്തുക എന്നതാണ് മുലകുടി ബന്ധം സ്ഥിരപ്പെടാനുള്ള മുലകുടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കുടുംബപരമായിട്ടുള്ള ഹറാമിയത്ത്, അതുപോലെ മുലകുടി ബന്ധത്തിൽ കൂടി വരുന്നത്. ഇനി നമുക്ക് വൈവാഹിക ബന്ധത്തിൽ കൂടി ആരൊക്കെ ഹറാമാകും എന്നാണ് പറയാനുള്ളത്. വത്തഹറൂം ബിൽ മുസാഹറത്തി, വിവാഹബന്ധം കൊണ്ട് ഹറാമാകുന്നത് സൗജത്തു അസുലിൻ. അസുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അത്. അപ്പോൾ അവർ നേരെ ഈ പറയുന്നതിനെ ഒരു ആൺ വേർഷനിലേക്ക് മാറ്റി ചിന്തിക്കണം. സൗജത്തു അസുലിൻ മിൻ അബിൻ ഔ ജദ്ദീൻ, അപ്പോൾ ഉപ്പ, അതേപോലെ ഉപ്പയുടെ ഉപ്പ, പിതാമഹന്മാർ, അങ്ങനെ വരുന്നവർ, അവരുടെ ഭാര്യമാർ, അവരൊക്കെ വിവാഹത്തിൽ കൂടി ഹറാമാണ്. അതായത് നമ്മുടെ ഉമ്മ അല്ല, നമ്മുടെ ഉപ്പ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, നമ്മുടെ എളാമ എന്നൊക്കെ പറയുമല്ലോ, അവർ നമുക്ക് ഹറാമാണ്. അതുപോലെ വസൗജത്തു ഫസ്ലിൻ മിൻ ഇബിനിൻ വൈബിനിഹി, പുത്രൻ്റെ അതേപോലെ പൗത്രന്മാരുടെ, അവരുടെയൊക്കെ, അതൊക്കെ നമ്മുടെ ഫസ്ലാണ്, നമ്മിൽ നിന്ന് പിരിഞ്ഞുണ്ടായവരാണ്, അവരുടെ ഭാര്യമാർ, മരുമക്കളായിട്ട് വരുന്നവർ. അതുപോലെ വബിനി ബിൻതിഹി, അതുപോലെ തന്നെ അവൻ്റെ പെൺകുട്ടിയുടെ മക്കൾ, അതുപോലെ തന്നെ അവരുടെ ഭാര്യമാർ. അസുലു സൗജത്തിൻ, അതേപോലെ തന്നെ സൗജത്തിൻ്റെ അസുല്, അമ്മായിമ്മ, നമ്മുടെ ഭാര്യയുടെ മാതാവ്, അങ്ങനെ വരുന്നവർ. വക്കഥ ഫസുലുഹ, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ആയത്തിൽ പറഞ്ഞ കാര്യം ഓർക്കുക. വക്കഥ ഫസുലുഹ ഇൻ ദഖല ബിഹ, ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ, ആ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരും നമുക്ക് നിഷിദ്ധമാകുന്നു. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടൊക്കെയാണ് ഈ മെഹ്റമിയത്ത് ഉണ്ടാവുക എന്നതാണ്. ബിമ തക്കൂനു മെഹ്റമിയ, 3 കാര്യങ്ങൾ കൊണ്ടാണല്ലോ. തക്കൂനു മെഹ്റമിയത്തുൻ ബിനസബിൻ ഔ റലാഇൻ ഔ മുസാഹറത്തിൻ, 3 കാര്യങ്ങൾ കൊണ്ട്. ഇനി നമ്മൾ ഹദീസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ ഹിഫ്ലാക്കണം. അതേപോലെ ഇവിടെ ആയത്ത് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മനഃപ്പാടമാക്കി വെക്കണം. പൂർണ്ണമായ നിലക്ക് മാർക്ക് ലഭിക്കാൻ അതൊക്കെ ആവശ്യമാണ്. മറ്റൊരു ചോദ്യം, ആരൊക്കെയാണ് നസബ് മുഖാന്തരം, മൻ തഹ്റൂം ബിൻ നസബി, നസബ് കൊണ്ട് ഹറാമാകുന്നവർ ആരൊക്കെയാണ്? ഒന്ന് ഉമ്മയാണ്, ബിന്ത്, ഉഖ്ത്, അമ്മത്ത്, ഖാലത്ത്, ബിന്തുൽ അഖ്, ബിന്തുൽ ഉഖ്ത്, ഇങ്ങനെ 7 പേരാണ്. റലായ കൊണ്ട് ഹറാമാകുന്നവർ ആരൊക്കെയാണ്? മൻ തഹ്റൂം ബിൻ നസബ് ബിർ റലായി, അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ വ്യക്തമായ ഉത്തരമുണ്ട്. യഹ്റൂം ബിർ റലായി മൻ യഹ്റുമു ബിൻ നസബി. ഇനി വൈവാഹിക ബന്ധം കൊണ്ട് ഹറാമാകുന്നവർ ആരൊക്കെയാണ്? മൻ തഹ്റുമു ബിൽ മുസാഹറത്തി, മുസാഹറത്ത് കൊണ്ട് വൈവാഹിക ബന്ധം കൊണ്ട് ആരൊക്കെയാണ് ഹറാമാവുക? സൗജത്തു അസുല്, പിതാവിൻ്റെ ഭാര്യ, സൗജത്തു ഫസുല്, മക്കളുടെ ഭാര്യമാർ, അതുപോലെ തന്നെ അസുലു സൗജത്തിൻ, അതുപോലെ തന്നെ ഭാര്യയുടെ മാതാവ്, അങ്ങനെ വരുന്നവർ. ഫസുലുഹ ഇൻ ദഖല ബിഹ, അതുപോലെ തന്നെ ഭാര്യയുടെ മക്കൾ, അവരിൽ ലൈംഗികമായ ബന്ധപ്പെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പ്രധാനമായും ഒന്ന് പഠിച്ചത് മാഹു റലാഉൽ മുഹരിമു, എന്താണ് ബന്ധത്തെ നിഷിദ്ധമാക്കുന്ന മുലകുടി എങ്ങനെയാണ് എന്നായിരുന്നു. നമ്മൾ പറഞ്ഞു ഉസൂലുൽ ലബനി ആദമീയത്തിൻ ബലഗത്ത് സിന്നു ഹൈലിൻ ജൗഫുർ അലിയൻ ലം യബ്ലുഗ ഹൗലൈനി ഖംസ മറാത്തിൻ ഉർഫ. ഇത്രയുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ചില വാക്കുകളൊക്കെ ഉക്തുബിൽ മഅന എന്ന രീതിയിൽ വരാറുണ്ടല്ലോ. ചില വാക്കുകൾ പ്രധാനപ്പെട്ട പുതുതായി പഠിച്ച വാക്കുകൾ കേൾക്കാം. ഹലായിൽ, ഭാര്യമാർ. റബായിബ്, വളർത്തു പുത്രിമാർ. റലാഅ്, മുലകുടി. മുസ്വാഹറത്ത്, വൈവാഹിക ബന്ധം. റളിയ്, മുലകുടിക്കുന്ന ശിശു. അസുലാബ്, മുതുകുകൾ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.